പശ്ചിമബംഗാളിൽ തൃണമൂൽ പാർട്ടിയുടെ ആക്രമണങ്ങൾ ഇപ്പോഴും അവസാനമില്ലാതെ തുടരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ബംഗാളിൽ മലയാളി യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. കൊല്ലപ്പെട്ടത് കേരളത്തിൽ ജോലി ചെയ്യുന്ന ബംഗാളിക്കൊപ്പം നാടുകാണാനെത്തിയ മലയാളി എന്നാണ് ബംഗാൾ പോലീസ് പറയുന്നത്. മോഷ്ടാവെന്ന സംശയത്തിലാണ് തല്ലിക്കൊന്നതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ബംഗാളിൽ സുഹൃത്തുക്കൾക്കൊപ്പം നാടുകാണാനെത്തിയ 30 വയസ്സുകാരാണ് കൊല്ലപ്പെട്ടത്. കള്ളനെന്നാരോപിച്ച് ആൾക്കൂട്ടം യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. യുവാവിന്റെ പേരുവിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ സന്ദീപ് എന്നയാളാണ് മരിച്ചതെന്ന് ന്യൂസ് 18 ബംഗ്ല റിപ്പോർട്ട് ചെയ്യുന്നു. 7 പേർ സംഭവത്തിൽ പിടിയിലായിട്ടുണ്ട്. കേസിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത 2 പേർ പോലീസ് കസ്റ്റഡിയിലുമാണ്. ജൂൺ 9 സൗത്ത് 24 പർഗാനസിലെ കുൽത്താലിലാണ് ഈ ക്രൂരത നടന്നത്. പ്രതികളെയെല്ലാം കോടതിയിൽ ഹാജരാക്കി. കേരളത്തിൽ ജോലി ചെയ്യുന്ന ബംഗാളി സുഹൃത്തുക്കൾക്കൊപ്പം 2 ആഴ്ച മുമ്പാണ് യുവാവ് കുൽത്താലിലേക്ക് എത്തിയത്. മർദ്ദനം നടന്ന ദിവസം തനിച്ച് പുറത്തിറങ്ങിയ യുവാവിന് യാത്രാമധ്യേ വഴിതെറ്റുകയായിരുന്നു. ഭാഷ വശമില്ലാത്ത കാരണം കൃത്യമായി ആശയവിനിമയം നടത്താനും സാധിച്ചില്ല. പരിചയമില്ലാത്ത ആളെ പ്രദേശത്ത് കണ്ട തൃണമൂൽ പ്രവർത്തകരടക്കമുള്ള പരിസരവാസികൾ തടഞ്ഞു നിർത്തി തിരിച്ചറിയൽ രേഖകൾ ചോദിച്ചു. ഭാഷ മനസ്സിലാകാത്തതിനാൽ നൽകാനായില്ല. തുടർന്ന് കള്ളനെന്നാരോപിച്ച് നാട്ടുകാർ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പോലീസിൻ്റെ നിഗമനം. പോലീസെത്തി രക്ഷപ്പെടുത്തി ആശുപത്രി പ്രവേശിപ്പിച്ചെങ്കിലും മരണമടയുകയായിരുന്നു. കയറുപയോഗിച്ച് കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഒരാൾ പരിക്കേറ്റ് റോഡിൽ കിടക്കുന്നു എന്ന വിവരം കുൽത്താലി പോലീസ് അറിഞ്ഞ് സ്ഥലത്തെത്തി ജയ്നഗർ കുൽത്താലി ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പോഴേക്കും യുവാവ് മരിച്ചിരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു. ആ സമയം മർദ്ദനമേറ്റാണ് മരണമെന്ന് പോലീസിന് വിവരമുണ്ടായിരുന്നില്ല. പക്ഷേ സമൂഹ മാധ്യമ ദൃശ്യങ്ങൾ ലഭിച്ചതോടെയാണ് അതൊരു ആൾക്കൂട്ടക്കൊലയാണെന്ന് മനസ്സിലായത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു.